ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ലോകമാണ്. അത് അകത്തേക്ക് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതെ, സ്മാർട്ട് ക്ലാസ് തന്നെയാണ്. ഇത് ഹ്യുണ്ടായിൽ നിന്ന് ട്രെയിനിങ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഈ കാണുന്ന ലോകം തന്നെ വേറൊരു ലോകമാണ്. SC ലോറി, ജീപ്പ്, അതുപോലെ തന്നെ ഒരു വാഹനങ്ങളുടെ ഒരു ലോകം എന്ന് തന്നെ പറയാം. നമസ്കാരം, ഞാൻ അനന്തവിഷ്ണു ചക്കരപ്പറമ്പ്. ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പിന് വന്നേക്കണതാണ്. അപ്പോൾ ഇതാണ് പോപ്പുലർ ഹുണ്ടയുടെ ITA ആണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായ അഡ്മിഷൻ മാത്രമല്ല, ഇവിടുത്തെ ഫുള്ള് ഈ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ലോകം എന്ന് പറഞ്ഞാൽ വേറെ ലോകമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഇവിടെ അഡ്മിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഫുള്ള് കാഴ്ചകൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് പോപ്പുലർ ഹുണ്ടായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ലോകമാണ്. അത് അകത്തേക്ക് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇവിടെ നിന്ന് കയറാൻ നേരത്തുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിൽ വേറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരാൻ നേരത്ത് ഇവിടെ ഈ കാണുന്ന ലോകം തന്നെ വേറൊരു ലോകമാണ്. SC ലോറി, ജീപ്പ്, അതുപോലെ തന്നെ ഒരു വാഹനങ്ങളുടെ ഒരു ലോകം എന്ന് തന്നെ പറയാം. ഇവിടെ ക്ലാസ് കിടക്കണേ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ സമപ്രായക്കാരല്ല, പലരും പല വയസ്സാണ്. പല പല സ്വപ്നങ്ങളും ആഗ്രഹത്തിലും വന്നിരിക്കുന്ന ആൾക്കാരാണ്. എഞ്ചിനൊക്കെ നമുക്ക് പഠിക്കാനുള്ള എഞ്ചിനാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് അഴിപ്പിക്കും. അതുപോലെ തന്നെ ഈ ലോറിയൊക്കെ നമ്മൾ അഴിപ്പിച്ചായിരുന്നു. കുറേ കാര്യങ്ങൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ അറിയാനും ഉണ്ട്. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞൊരു കടൽ പോലെയാണ്. എന്തോരം പഠിച്ചു കഴിഞ്ഞാലും നമ്മളെവിടെയും എത്തൂല. ഓരോ ദിവസം നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തേക്കുള്ള പണിയൊക്കെ കിട്ടിയില്ലേ? അവൻ ജിമ്മിൽ പോണ്ട്. അതുകൊണ്ട് അവൻ്റെ 2 സൈഡും വെറുതെ ഞാനും ജിമ്മിൽ പോണ്ട്. ചേച്ചി എന്ത് സ്വപ്നത്തിലാണ് ഇവിടെ വന്നേക്കണത്? എന്താ ചേച്ചിയുടെ സ്വപ്നം? എന്റെ സ്വപ്നം വലിയൊരു ഓട്ടോമൊബൈൽ പഠിച്ച ഒരാളായിരിക്കണം. വണ്ടീനെ പറ്റി അറിയാവുന്ന ഒരാളായിരിക്കണം. എന്താണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പാർട്സുകളെ പറ്റി നമ്മൾക്ക് ഒരു ഐഡിയ വേണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഐഡിയ വേണം. അത്രേ ഉള്ളൂ. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തണയാണ്. ചന്ദ്രപുര, അങ്കമാലി ചന്ദ്രപുര. സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സാർമാർ പഠിപ്പിച്ചൊക്കെ എത്രമാത്രം പഠിച്ചാലും തീരാത്തൊരു ഫീൽഡാണ്. കാരണം നമുക്ക് ഒത്തിരി വണ്ടികൾ ഓരോ ദിവസം കഴിയുന്തോറും ഫെസിലിറ്റീസ് ഉള്ള വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നു. അപ്പോൾ നമുക്കത് പഠിച്ചാൽ തീരില്ലാത്തൊരു കോഴ്സാണെന്ന് മനസ്സിലായി. ഇവിടുത്തെ ക്ലാസ് ആണെങ്കിൽ അടിപൊളി ക്ലാസ്സാണ്. നല്ല ഭംഗിയായിട്ട് സാറന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ഉണ്ട് സാറന്മാര്. ബാക്കി ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മൊത്തത്തിൽ നല്ലൊരു ക്ലാസ്. കാരണം വെച്ചാൽ ഓരോ സാധനങ്ങളെക്കുറിച്ച് ഓരോ മെഷീനറിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലായത് ക്ലാസ് തിയറിയിൽ നമുക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ മെഷീൻ്റെ പ്രവർത്തനം, റോക്രാം എന്താണ്, പിന്നെ ടൈം ബെൽറ്റ് എന്താണ്, പുള്ളി എന്താണ് എന്നൊക്കെ മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടി ആഴത്തിൽ കുറച്ച് ഡീപ്പായിട്ട് ഇത് മനസ്സിൽ ഹൃദയസ്ഥമായത് ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ. പാട്ടൊക്കെ പാടോട്ടാ. ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് ഈ സാർ.
എവിടെ പോണേ ചായ കുടിക്കാൻ പോണേ. ചായ തരാന്ന് പറഞ്ഞിട്ട് തരം കുടിക്കാൻ പോണേണ്. ചായ 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 2 ചേച്ചിമാരോടുണ്ട്. ചായ റെഡിയാ ചേച്ചി? എവിടെ ചേച്ചിയാണ് നമുക്ക് ചായ ബിസ്ക്കറ്റൊക്കെ തരുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ഹലോ, മൈൻഡില്ലല്ലോ. ചായ കുടിക്കൂ. അപ്പൊ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിന്റെ ഉള്ളിൽ ഒരു വേറെ ലോകമാണെന്ന്. അത് തുറന്ന് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയാണ്. നമ്മൾക്ക് ആകെ 14 ദിവസത്തെ ഇന്റേൺഷിപ്പ് ക്ലാസ് ഉള്ളു. പക്ഷെ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കാണ് ഇതിന്റെ കൂടുതൽ ഭാഗ്യം കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എൽദോ സാറ്. വന്നപ്പോ തൊട്ട് ഞാൻ എൽദോ സാറിന്റെ സ്കെച്ച് എന്നെ മുടി വെട്ടിയിട്ട് ക്ലാസ്സിൽ കെട്ടുള്ളതെന്ന് പറയും. മുടിയൊക്കെ വെട്ടി ഞാൻ സെറ്റ് ആയിട്ട് വന്നേക്കണം. ഒരു ദിവസം സാറ് എന്നോട് മിണ്ടിയിട്ടോ മുടി വെട്ടാതെ വന്നിട്ട്. ഇപ്പൊ ഓക്കെ അല്ല സാറേ? ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളില് വേറൊരു ലോകമാണ്. ഫുള്ള് വേറൊരു ലോകമാണ്. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കണതാണ്. ഫുള്ള് വേറെ ലോകമാണ്. വേറെ ലോകം എന്ന് പറഞ്ഞാൽ വണ്ടികൾ, കുറേ വണ്ടികളുടെ. സാറേ, എനിക്കിത് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. സാറേ പറഞ്ഞു കൊടുക്കണം. രണ്ട് എൽദോ സാറ്. സാർ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മൾ പുത്തമശ്ശ് IT ലിസ്യു നഗർ IT ആണ്. 40 വർഷത്തോളം 40 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു IT ആണ്. ഇത് CST സന്യാസി സമൂഹത്തിൻ്റെ കീഴിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് പോപ്പുലർ ഹ്യുണ്ടായി ഡയറക്റ്റ് എടുത്ത് നടത്തി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഹ്യുണ്ടായി ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അതിന് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പോപ്പുലർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഓരോ വിദ്യാർത്ഥികൾക്കും അതിൻ്റേതായ അഡ്വാൻറ്റേജാണ്. ഒരുപാട് അവരുടെ പഠന സംബന്ധമായിട്ട് അവർക്ക് ഒരുപാട് കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളും. ഇത് മാത്രമല്ല, ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം വാഹന വിപണി സംബന്ധിച്ച് പോപ്പുലർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭീമന്മാരാണ്. അപ്പോൾ അവരുടെ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ തൊഴിലും ലഭ്യമാണ്. ഇതുകൂടാതെ ഇവിടെ നടത്തപ്പെടുന്നത് NCVT അഫിലിയേറ്റഡ് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള PSC അല്ലെങ്കിൽ ഫയർഫോഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുവേണ്ട എല്ലാ അത്രയും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് ഇവിടെ നിശ്ചയിക്കുന്നത്. NCVT നാഷണൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ്. അകത്തോട്ട് കാണാം നമുക്ക്. എനിക്ക് അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. എനിക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്താനുള്ള. ഇത് ഹ്യുണ്ടായി നമുക്ക് തന്നിരിക്കുന്ന കാറാണ്. പിന്നെ കാപ്പ 1.2 ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അതുപോലെ CRDI, ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ കൊടുക്കുന്ന എൻജിൻസാണ്. ഗിയർ ബോക്സുകൾ നമ്മുടെ സ്പെഷ്യൽ ടൂൾസിൻ്റെ ഒരു ഏരിയയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല ഇവിടെ എന്താ ഉള്ളതെന്നൊന്നും. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയാണ് സാറേ. സാറ് ഇവിടെ പരിചയപ്പെടുത്തായിരുന്നല്ലേ? ഇവിടെ നമ്മളെ പ്രാക്ടിക്കൽ IT കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കുന്ന ഏരിയ ആണത്. പിന്നെ ഇവിടെ എല്ലാം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലാബാണ്. അവിടെ ആ മെഷീൻ അതെല്ലാം നോക്കിക്കോട്ടോ. ഇതെല്ലാം കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കുന്ന സ്പെയർ പാർട്സുകളാണ്. ഇവിടെ കുറേ ഒന്നും മൊത്തം പരിചയപ്പെടുത്തി തീരൂല.
ഇവിടെ നിങ്ങൾ വന്നു തന്നെ കണ്ടാലും കുറേ കാര്യങ്ങൾ പിന്നെയും മനസ്സിലാവുള്ളൂ. സാർ ഇവിടെ സ്മാർട്ട് ക്ലാസ് ഉണ്ട് ബാ. ഇതൊരു ക്ലാസ്സാണ്. നമ്മുടെ സ്മാർട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, കുറേ ഉണ്ട്. സാറേ ഇത് സ്മാർട്ട് ക്ലാസ് തന്നെയാണോ? അതെ, സ്മാർട്ട് ക്ലാസ് തന്നെയാണ്. ഇത് ഹ്യൂണ്ടായിൽ നിന്ന് ട്രെയിനിങ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ബേസിക് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ആപ്ലിക്കേഷന്റെ വീഡിയോ ഉണ്ട്. സോ വീഡിയോ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗ് മോട്ടോർ പൊസിഷൻ, കംപ്രസർ, ഇതെല്ലാം ഇഞ്ചക്ടർ കാര്യങ്ങൾ സ്പെയർ പാർട്സ് ആണ്. ടർബോയുടെ പൊസിഷൻ, ചേച്ചി അവനെ എസ്സിലോട്ട് പിടിക്കണം. എവിടെ എത്തി ചേച്ചി? ഫുഡ് കഴിക്കാൻ പോണുണ്ട്. അതുപോലെ ഇപ്പോൾ വേറെ എല്ലാ ബാച്ചുകാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടി. ഞങ്ങൾ ദണ്ഡി യാത്ര പോകുന്നു. ദണ്ഡിയാണ്. റോട്ടർ, കണ്ടൻസർ, CV പോയിന്റ്, എത്ര ഇതുണ്ടോ, സെൻട്രിക് ക്യാം ഉണ്ടോ, 3 ക്യാമറ എല്ലാവരും പടിപടിയായിട്ട് അക്ടേഷൻ. മിസ്റ്റർ നോയൽ എവിടെ പോണേ? നീ അറിയില്ല? Cheers.
ഓക്കെ ചേച്ചി ചിയേഴ്സ്. ഓക്കെ. ഒരാൾ മാത്രം ആഞ്ഞ് പണിയെടുക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും അടിവെച്ചിരിക്കുന്നുണ്ട്. നോക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞില്ലേ? വീട്ടിൽ പോകാറായില്ലേ? ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എന്നാലും അവിടെ പിടികിട്ടിട്ടില്ല. പോവാം പോവാം പോവാം. മാച്ചെടുക്കാൻ മറക്കരുത്. ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണേണ്. അവിടെ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടി നോക്കി വണ്ടിയിൽ കയറില്ല. അപ്പോൾ അടിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് നേരെ പുല്ലിപ്പടിയിലേക്ക് പോയിട്ട് അടുത്ത കാഴ്ച അടുത്ത വീഡിയോ ഇട്ടിടാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കോളേജിലെ വിശേഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ യാർഡിലെത്തി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി തീർത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. ഓക്കെ ബൈ. ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ ബൈ ബൈ.